നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 മാസം കൊണ്ട് പെയ്യേണ്ട മഴ 4 മണിക്കൂറിൽ പെയ്തു. മഴ ഇപ്പോഴും സംഹാര താണ്ഡവമാടുന്നു. അമേരിക്കയെ വിറപ്പിച്ച് സർവനാശം വിതച്ചുകൊണ്ട് പ്രളയം. ടെക്സസിലെ ഗ്വാഡലൂപ്പെ നദി ഇളകി മറിയുകയാണ്. മരണം 25 കടന്നു. ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്ക് പറ്റി. പ്രതികൂല കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. ഇത് ഭയാനകമെന്ന് പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 1 മണിക്കൂറിൽ 24 അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത്. 24 അടി എന്നാൽ 2 നില കെട്ടിടത്തിലും ഉയരമെന്നാണ് വിവരം. 1987 ശേഷം ആദ്യമായാണ് അപകടകരമാകുന്ന രീതിയിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതെന്ന് റിപ്പോർട്ട്. ഗ്വാഡലൂപ്പെ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ പറന്നെത്തിയിട്ടും കുടുങ്ങിക്കിടക്കുന്ന പലരെയും രക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നതെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണെങ്കിലും ഇവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രക്ഷാപ്രവർത്തകരെ വലയ്ക്കുന്നുണ്ട്. വലിയ തോതിൽ ചെളിയും നിറഞ്ഞുകൊണ്ടാണ് പുഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായത്. ഈ ചെളി പ്രദേശത്തേക്ക് പരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ഭയപ്പെടുന്നത് ഈ ചെളിക്കുള്ളിലേക്ക് ഏതെങ്കിലും മനുഷ്യർ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നതെങ്കിൽ, ഈ ചെളിയിൽ ഏതെങ്കിലും മനുഷ്യർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ജീവനോടെ തിരികെ കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയും രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. ശനിയാഴ്ച പുലർച്ചെയാണ് ഗ്വാഡലൂപ്പെ നദിയിൽ അപ്രതീക്ഷിതമായി വെള്ളപ്പാച്ചിലുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെ ദുരന്ത പ്രതിരോധ വിഭാഗം മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പ്രയോജനം ഒന്നും ഉണ്ടായില്ല. അതിനു മുൻപ് തന്നെ വലിയ വിപത്ത് അമേരിക്കയെ വിഴങ്ങുകയായിരുന്നു. അസാധാരണ മഴ നിരവധി മിന്നൽ പ്രളയങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. കെർവിലിന് സമീപമുള്ള ഹണ്ട് എന്ന പട്ടണത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ വെറും 3 മണിക്കൂറിനുള്ളിൽ പെയ്ത മഴ ആ പ്രദേശത്ത് 100 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഴയായാണ് കണക്കാക്കപ്പെടുന്നത്. ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന 20ലധികം പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. ഇവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ ക്യാമ്പിന്റെ ഡയറക്ടറും സഹ ഉടമയുമായ ജെയിൻ റാഗ്സ്ഡെയിൽ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ട്രംപ് നാശനഷ്ടം കുറയ്ക്കാൻ ടെക്സാസ് ഗവർണർ ഗ്രെഗ് അബോട്ടുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ബോട്ടുകളും ഉപയോഗിച്ച് 200ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 45 മിനിറ്റിനുള്ളിൽ ടെക്സസിലുള്ള ഗ്വാഡലൂപ്പെ നദി 26 അടി ഉയർന്നുവെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നദീതീരത്തായിരുന്നു പെൺകുട്ടികളെ കാണാതായ വേനൽക്കാല ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത്. 700ഓളം കുട്ടികൾ ഈ ക്യാമ്പിന്റെ ഭാഗമായിരുന്നു. എന്നാൽ മിന്നൽ പ്രളയമുണ്ടായ ഘട്ടത്തിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരങ്ങൾ. ടെക്സാസിലെ ഹിൽ കൺട്രിയിലും എഡ്വേർഡ്സ് പ്ലാറ്റോയിലും കുറഞ്ഞത് 1.8 ട്രില്യൺ ഗാലൻ മഴ പെയ്തതായി പറയുന്നുണ്ട്. അധികം മഴ പെയ്താൽ സമീപത്തെ ജില്ലകളിൽ മിന്നൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ദേശീയ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്ന തൽസുഖിയുടെ പ്രവചനവുമായി ചിലർ ടെക്സാസ് പ്രളയത്തെ സാമ്യപ്പെടുത്തുന്നുണ്ട്. ശനിയാഴ്ച പുലർച്ചെ ദുരന്തമുണ്ടായെങ്കിലും അതിന്റെ രീതിയും സ്ഥലവും മാറിപ്പോയി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. എന്നാൽ മലയാളികൾ മറ്റൊരു തരത്തിലാണ് ഈ ചർച്ചയെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പോയതിനെ ഇതുമായി കൂട്ടിച്ചേർത്താണ് മലയാളികൾ കമന്റ് ഇടുന്നത്. മതിയായ മുന്നറിയിപ്പുകൾ കേരളം തന്നിട്ടും കൃത്യമായ ഒരു സംരക്ഷണം ഒരുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലൊക്കെ പരിഹാസമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതിര് കടന്നു പോകുന്ന പരിഹാസങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ മുരളി തുമ്മാരുകൂടി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സസിൽ ഇന്നലെ ഉണ്ടായത് അവിശ്വസനീയമായ മിന്നൽ പ്രളയമാണെന്നും മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും UN ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകൂടി പ്രതികരിച്ചിരിക്കുന്നത്. ടെക്സസിലെ പ്രളയം പല കാരണങ്ങളാൽ അതിശയകരമാണെന്ന് അദ്ദേഹം കുറിച്ചു. അമേരിക്കയിലെ കാലാവസ്ഥാ ഏജൻസികൾക്കൊന്നും മിന്നൽ പ്രളയം പ്രവചിക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ പോസ്റ്റ് പൂർണ്ണമായി ഒന്ന് പരിശോധിച്ചു നോക്കാം. അവിശ്വസനീയമായ മിന്നൽ പ്രളയം. ടെക്സസിൽ ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയം പല കാരണങ്ങൾ കൊണ്ട് അതിശയകരമായാണ്. 1 മണിക്കൂറിൽ 24 അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത്. 24 അടി എന്നാൽ 2 നില കെട്ടിടത്തിലും ഉയരമാണ്. സാധാരണഗതിയിൽ വളരെ വിശ്വസനീയമായ കാലാവസ്ഥാ പ്രവചനങ്ങളാണ് വികസിത രാജ്യങ്ങളിലുള്ളത്. വരുന്ന വീക്കെൻഡിൽ പിക്നിക്കോ ക്യാമ്പിങ്ങോ ബാർബിക്യൂവോ ഒക്കെ നടത്തണമെന്ന് വെതർ ഫോർകാസ്റ്റ് നോക്കി പ്ലാൻ ചെയ്യാം. ഇതിനു പുറമെ അടുത്ത 3-6 മണിക്കൂറിൽ വരുന്ന മാറ്റങ്ങൾ പറയാൻ നൗകാസ്റ്റിംഗ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കൃത്യം ലൊക്കേഷൻ അനുസരിച്ച് അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനൊന്നും ഈ മിന്നൽ പ്രളയം പ്രവചിക്കാനോ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനോ സാധിച്ചില്ല. 24 പേർ മരിച്ചുവെന്നും ക്യാമ്പിങ്ങിന് പോയ 25 കുട്ടികളെ കാണാനില്ല എന്നുമാണ് വാർത്തകൾ. മഴയുടെ തീവ്രത കൂടും എന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറെ മുന്നേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യാഘാതമാണ്. ഇത് ലോകത്തിലെവിടെയും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിതീവ്രതയിൽ മഴ പെയ്യുമ്പോൾ അത് മിന്നൽ പ്രളയമായി, മണ്ണിടിച്ചിലായി, ഉരുൾപൊട്ടലായി, ഡാമുകളുടെ കവിഞ്ഞൊഴുക്കും തകർച്ചയുമായി, നഗരങ്ങളിലെ വെള്ളക്കെട്ടായി ഒക്കെ മാറും. ഇതിപ്പോൾ കേരളത്തിൽ ഏതാണ്ട് പതിവായിട്ടുണ്ടല്ലോ. മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കാലാവസ്ഥാ പ്രവചനം, മുന്നറിയിപ്പ് രീതികൾ, രക്ഷാപ്രവർത്തനം, അണക്കെട്ടുകളുടെ മാനേജ്മെന്റ്, ലാൻഡ് യൂസ് പ്ലാനിംഗ്, അർബൻ പ്ലാനിംഗ്, റോഡുകളും റെയിൽവേയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പലതും. ടെക്സസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമുള്ളതല്ല. ഇതായിരുന്നു മുരളി തുമ്മാരുകുടി കുറിച്ചത്. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. കേരളത്തിനും ഇതൊക്കെ ബാധകമാണ്. കാരണം കേരളത്തിൽ 2018 തൊട്ട് ഇങ്ങോട്ട് എന്തെല്ലാം ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മൾ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുക്കം നമ്മളെ പൂർണ്ണമായും പിഴുതെറിഞ്ഞ വയനാട് ദുരന്തം, അതിൽ നിന്ന് ഇതുവരെ നമ്മൾ മുക്തമായിട്ട് പോലുമില്ല.